ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ടോ? നാളെ പരീക്ഷ എഴുതാനിരിക്കുന്നവര് നല്ല ടെൻഷനിലാവും അല്ലെ? അവസാന വട്ട ഒരുക്കത്തിലാണ് എന്ന് എനിക്കറിയാം. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയ രീതിയിൽ ഫിസിക്സിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാലോ? ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? അതുമായി അനുബന്ധമായ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, പഠിച്ചതാണോ എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളവർ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ദ്രവ്യവും പിണ്ഡവും, ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അത്രയധികം കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല. ദ്രവ്യത്തിന്റെ അവസ്ഥകളും അതുപോലെ തന്നെ ഈ അവസ്ഥാ പരിവർത്തനം, പിണ്ഡം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്നാലോ ഇവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSCക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വേഗം ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കിയടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. മാസുമായി ബന്ധപ്പെട്ട് കേട്ടോ. അപ്പൊ എന്താണ് മാസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ? മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് തന്നെ അതാണ്, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ ആകെ അളവ്. 2, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിന്റെ അളവ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഏതായിരിക്കും ശരി ആൻസർ വരുന്നത്, കറക്റ്റ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എന്നിവയാണ് അതിൽ ശരി. അതായത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ ആകെ അളവാണ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് മാസ് ആണ്. മാസ് എന്ന് പറയണത് തന്നെയാണ് കേട്ടോ ഈ പിണ്ഡം എന്ന് പറയണത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അത് സ്ഥിരമായിരിക്കും, അതും കറക്റ്റ് ആണ്. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2, ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏത്? ഖരം, ദ്രാവകം, വാതകം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നാലാമത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്, PSCക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. പ്ലാസ്മയാണ് റൈറ്റ് ആൻസർ. അറിയുണ്ടാവുമല്ലോ പ്ലാസ്മയെ കുറിച്ച് അല്ലേ? പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഈ പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ അവസ്ഥയിൽ. അതേപോലെ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അതേപോലെ ഇടിമിന്നല്, തീജ്വാല, ഇതൊക്കെ പ്ലാസ്മ അവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇതില് ഒരു കാര്യം കൂടി അറിയാം, ഈ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അയോണുകളായിട്ട് അയോണീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ പ്ലാസ്മ അവസ്ഥ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്ലാസ്മയെ കുറിച്ച് ഓർത്തിരിക്കുക. then അടുത്തത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ. 4 കഴിഞ്ഞ് അഞ്ചാമത്തെ അവസ്ഥ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അപ്പോ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇപ്പൊ ബോസ് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ എന്നുള്ള പേര് നമുക്ക് അറിയുന്നുണ്ടാകും അല്ലേ? ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്, ഇതിലെ ബോസ് എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ് ബോസ് ആണ്. സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ബോസോൺ കണ്ടെത്തിയത് സത്യേന്ദ്രനാഥ് ബോസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ബോസോൺ എന്നുള്ള പേര് കൊടുത്തത്, കിട്ടിയത്. ഓക്കെ, അപ്പോ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് അഞ്ചാമത്തെ അവസ്ഥ, ഓർത്തിരിക്കുക. 9ാമത്തെ അവസ്ഥ. കേട്ടോ, അതിനിടയിൽ PSCക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ദ്രവ്യത്തിന്റെ ആകെ എത്ര അവസ്ഥകളാണുള്ളത് എന്ന്. അതിൽ ആൻസർ ഉണ്ടായിരുന്നത് 7 എന്നാണ്. അപ്പൊ നമ്മൾ 7 എന്നാണ് നമുക്ക് കറക്റ്റ്. PSCക്ക് ഇപ്പോഴും ആൻസർ വന്നിട്ടുള്ളത് 7 തന്നെയാണ്. അപ്പൊ ഒരു പക്ഷെ നാളെയും ചോദ്യം വരികയാണ് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 എന്ന് മാത്രമേ ഉള്ളൂ, 7 വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ 7 കൊടുക്കുക. ഓക്കെ, എന്നാ 9ാമത്തെ അവസ്ഥ PSC തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. നോക്കൂ, ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. അപ്പൊ ദ്രവ്യത്തിന് ആകെ എത്ര അവസ്ഥകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തുണ്ടോ നോക്കുക, 9 ഉണ്ടോ നോക്കുക. കാരണം 9ാമത്തെ അവസ്ഥ PSCനെ ചോദിച്ചിട്ടില്ലേ? അപ്പൊ 9 ഉണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 7 വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അല്ലെ, അതിന് താഴെയുള്ള സംഖ്യകളാണെന്നുണ്ടെങ്കിൽ പിന്നെ 7 എഴുതാം. ഓക്കെ, എടാ 9ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ പറയാം. കോർക്ക് ഗ്ലൂ ഓൺ പ്ലാസ്മ, അതേപോലെ തന്നെ റെഡ്ബർഗ് മാറ്റർ, ജാൻ ടെല്ലർ മെറ്റൽ, അതുപോലെ തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിലേതാണ് പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥ? 9ാമത്തെ അവസ്ഥ ഏതാ ഉത്തരം?
ജാൻ ടെല്ലർ മെറ്റൽ, ജാൻ ടെല്ലർ മെറ്റൽ, ജാൻ ടെല്ലർ മെറ്റൽ എന്ന് മലയാളത്തിൽ എഴുതുന്നു അല്ലേ. ഇതാണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് അല്ലേ. ചിലപ്പം കണ്ടാൽ താനൊരു മഹാനാണെന്ന് തോന്നും, ചിലപ്പോ കണ്ടാൽ താനൊരു വിദ്യയാണെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും, ഇതും PSC ക്വസ്റ്റ്യൻ ആണ്, അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ജാൻ ടെല്ലർ മെറ്റൽ ആണ്, ജാൻ ടെല്ലർ മെറ്റൽ. അപ്പൊ ഈ 2 പോയിന്റും ഓർത്തിരിക്കുക കേട്ടാ. ഒരേ സമയം ഇൻസുലേറ്ററുമാണ്, കണ്ടക്ടറുമാണ്, അത് മാത്രമല്ല ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയുമാണ് ഇത്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ നേരെ അല്ലേ 5 കഴിഞ്ഞ് നേരെ നമ്മൾ എവിടേക്ക് പോയി? 9ലേക്കാണ് പോയത്. അപ്പൊ അതിനിടയിലുള്ള 1-2 അവസ്ഥകൾ പറയണ്ടേ? അതില് 6ാമത്തെ അവസ്ഥ, നമ്മൾ അവസ്ഥകൾ ഞാൻ ലാസ്റ്റിൽ ഒന്ന് തന്നിട്ടുണ്ട്, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രം. 6ാമത്തെ അവസ്ഥ ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നതാണ്. ഫെർമയോണിക് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ അതിന് ഫെർമി ഡിറാക് കണ്ടൻസേറ്റ് എന്നും പറയാം. ഓക്കെ, ഫെർമി ഡിറാക് കണ്ടൻസേറ്റ്. ദെൻ 7ാമത്തെ സ്റ്റേറ്റ് വരുന്നത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, അതാണ് 7. 8ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് റിഡ്ബർഗ് മാറ്റർ ആണ്, റിഡ്ബർഗ് മാറ്റർ എന്ന് പറയുന്നത്. 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, 10ാമത്തെ ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ഇത് ശരിക്കും തെളിയിക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല, പ്രവചിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്കതിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം നോക്കിയിടൂ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതായത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ അധികം സമയം കളയുന്നില്ല. ഏതാ? ജാൻ ടെല്ലർ മെറ്റൽ. ഞാൻ ഓരോ വീഡിയോയിലും തുടക്കത്തിൽ നിങ്ങളടുത്ത് പറയാറുണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഞാൻ പിന്നെ അധിക സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പടപടയെന്ന് ഉത്തരം പറഞ്ഞു പോണത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം പറയുക. ഓക്കെ, 5ാമത്തെ ചോദ്യം നോക്കിയിടൂ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്ലാസ്മ അവസ്ഥയിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. 7ാമത്തെ ചോദ്യം നോക്കിയിടൂ. സോറി, 8ലെ ക്വസ്റ്റ്യൻ നമ്പർ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ, വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അയോണുകളായിട്ട് അല്ലെ, അയോണുകളായിട്ട് സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ഉത്തരം വരുന്നത്? പ്ലാസ്മാവസ്ഥ. വൈദ്യുത ചാർജുള്ള കണം സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഒരു ചാർജുള്ള കണമാണ് സോഡിയം എന്ന് പറയുന്ന അയോൺ. ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ക്ലോറൈഡ് അയോൺ എന്ന് പറയുമ്പോൾ അതിന് ചാർജ് ഉണ്ട്. ചാർജുള്ള കണമായിട്ട് വരുന്നത് ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ്, ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം. അത് പറയുമ്പം പദാർത്ഥത്തിന്റെ അവസ്ഥകൾ നമുക്ക് എല്ലാം ഒന്നും കൂടി പറയാം അല്ലേ. ഏതൊക്കെയാണ്? 1ാമത് വരുന്നത് ഖരമാണ്, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഓരോന്നും എണ്ണി പഠിക്കാട്ടാ. 6 ഫെർമയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 8 റിഡ്ബർഗ് മാറ്റർ, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഈ പറഞ്ഞ സാധനം ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, ഈ അവസ്ഥ ശരിക്കും പ്രവചിക്കപ്പെട്ടതാണ്, നിർമ്മിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൂടി ഒന്ന് ആലോചിക്കുക. 10 അവസ്ഥകൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കുന്നത് ഇതേപോലെ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളാണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതുത്തരം പറയും? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ. ഓക്കെ, അപ്പോ ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഐൻസ്റ്റീൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ 8ാമത്തെ ചോദ്യം നോക്കിയിടൂ. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ ആകെ അളവ്. കണ്ടോ, അങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്, ഇതന്നെ പ്രസ്താവനയായിട്ടും വന്നിട്ടുണ്ട് ഇല്ലേ. ഏതാ അതിന് പറയാ? അതിന് പിണ്ഡം എന്നാണ് പറയുക. പിണ്ഡം. പിണ്ഡം എന്ന് പറയുന്നതും മാസ് എന്ന് പറയുന്നതുമാണ് കേട്ടോ ഒന്ന്. ഭാരം എന്ന് പറയുന്നത് വേറെ സാധന. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്?
ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. അതായത് മാസിന്റെ യൂണിറ്റ് എന്തെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ മാസ് എന്താന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ ഇതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലേ. ഏതാണോ? കിലോഗ്രാം. ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിലോഗ്രാം ആണ്. 11. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം അതാണോ ഭാരം. അപ്പൊ പിണ്ഡവും ഭാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. ഇത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരേപോലെ ആവണമെന്നില്ല അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഭൂമിയിലുള്ള ഭാരമല്ല ചന്ദ്രനിൽ ഒരു വസ്തുവിന് വരുന്നത്. ഏറ്റവും കൂടുതൽ ഭാരം വരുന്നത് വ്യാഴത്തിലാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ 1/6 ആ വസ്തുവിന് എവിടെ വരുന്നത്? ചന്ദ്രനില് വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വെയിറ്റ് എന്ന് പറയുന്നതും ഭാരം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. മാസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരേപോലെയാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 12ാമത്തെ ചോദ്യം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്ത്? വാതകങ്ങൾ തണുത്ത് ദ്രാവകമാവുകയാണ്. ഓക്കെ, ഇപ്പൊ വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നീരാവിയായി ആ നീരാവിന്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലത്തിന് ഒരു അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് തുറക്കുമ്പം അടപ്പിന്റെ മുകളിലൊക്കെ വെള്ളത്തുള്ളികൾ ഉണ്ടാവും. കാരണം എന്താ? അത് തണുത്ത് എന്തായി മാറുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. ഇങ്ങനെ വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയെ എന്തു പറയാം? ആലോചിച്ചു നോക്കിയേ. ഓപ്ഷന് സാന്ദ്രീകരണം, ബാഷ്പീകരണം, ദ്രവീകരണം, ഘനീഭവിക്കൽ. ഏതാണ്? അതിന് പറയുന്ന പേര് സാന്ദ്രീകരണം എന്നാണ്. വാതകം ദ്രാവകമായി മാറുന്ന പ്രവർത്തനം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ഖരമാണ് ഏറ്റവും താഴ്ന്ന ഊർജമുള്ള അവസ്ഥ. ഏറ്റവും താഴ്ന്ന ഊർജമുള്ള അവസ്ഥയാണ് ഈ ഖരം. പക്ഷേ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. ഏറ്റവും താഴ്ന്ന ഊർജമുള്ളത് ഖരമാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഇതിൽ ഏറ്റവും ഊർജം കൂടിയത് പ്ലാസ്മയാണ്. പക്ഷെ ഖരം, ദ്രാവകം, വാതകം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്? വാതകത്തിനാണ്. അപ്പോ ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോഴൊക്കെ ഊർജം ആഗിരണം ചെയ്യും. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്, അതായത് വാതകം ദ്രാവകമാകുമ്പോഴോ ദ്രാവകം ഖരമാകുമ്പോഴോ എന്ത് ചെയ്യുന്നു? അവരെടുത്ത് കൂടുതലുള്ള ഊർജം അവരെന്ത് ചെയ്യും? ഏറുള്ള ഊർജം അങ്ങ് പുറത്തേക്ക് തള്ളിവിടും. അങ്ങനെയാണ് അവർ താഴേക്ക് വരിക. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക കേട്ടാ. ഇനി ഖരത്തിനെ നമുക്ക് നേരെ കുറച്ച് ഊർജം അങ്ങ് ആഗിരണം ചെയ്തില്ലേ, കുറച്ച് ഊർജം സ്വീകരിച്ചത് എന്തായി മാറുടോ? ദ്രാവകമായി മാറുന്നു. വാതകം ദ്രാവകമായി, ഖരത്തിനെ നമ്മൾ ഉരുക്കി എന്താക്കുന്നു? ദ്രാവകമായി മാറുന്നു. അതിനെ നമുക്ക് എന്തു പറയാൻ പറ്റും? അതിനെ ദ്രവീകരണം എന്ന് പറയാം. മെൽറ്റിങ്, ഉരുക്കുക, ദ്രവീകരണം എന്ന് പറയാം. തിരിച്ച് ദ്രാവകം കുറച്ച് കട്ടിയായി ഖരാവുകയും ചെയ്യൂലോ, അതിന് പറയുന്ന പേരാണ് എന്താ പറയാ, നമ്മൾ ഘരീഭവിക്കുക എന്നാണ് പറയാ കേട്ടോ. അതിന് ഘരീഭവിക്കുക, അതിന് ശീതഘരീകരണം എന്നും പറയാം, അല്ലെങ്കിൽ ഘരീകരണം. ഇതിന്റെയൊക്കെ പച്ച മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങല്ലേ. അത് ശരിക്കുള്ള ടേം ആണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഫ്രീസിങ്, മെൽറ്റിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ ഒരു ദ്രാവകത്തിനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഖരമാക്കി മാറ്റുന്നതിനെ ശീതഘരീകരണം എന്നും പറയാം. ഓക്കെ, ഇനി ദ്രാവകം പിന്നെയും ഊർജം സ്വീകരിച്ച് എന്തായി മാറും? വാതകമായി മാറും. ഇങ്ങനെ ദ്രാവകത്തെ വാതകമാക്കി മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയും? ബാഷ്പീകരണം. ഇനി തിരിച്ച് വാതകം ദ്രാവകമാകുന്നതാണ് ഇപ്പൊ ഈ PSC ക്വസ്റ്റ്യനിലുള്ളത്. അത് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്ത് ചെയ്യുന്നത്? സാന്ദ്രീകരണം. ഓരോ ടേമും പഠിച്ചു വെക്കണേ. പരീക്ഷയ്ക്ക് വരുമ്പോ നമ്മൾ അതാണോ ഇതാണോ ഇങ്ങനെ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചങ്ങ് പോവുക. ഇനിയോ ഖരാവസ്ഥയിൽ നിന്ന് ചിലത് നേരെ വാതകാവസ്ഥയിലേക്ക് പോകും ഇല്ലേ. ഖരാവസ്ഥയിൽ നിന്ന് നേരെ വാതകാവസ്ഥയിലേക്ക് പോകും. ഇപ്പൊ ഇത് തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഖരം ദ്രാവകമായി മാറുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുന്നത്? ഖരം ദ്രാവകമായി മാറുന്ന പ്രവർത്തനത്തിനെ നമ്മള് എന്തു പറഞ്ഞു? ദ്രവീകരണം. മാറിപ്പോകരുത് കേട്ടാ. എന്നാ ദ്രാവകം വാതകമായി മാറുന്നതിനെ കളറ് മാറ്റണ്ട വെച്ചിട്ടാ. വാതകം ദ്രാവകം ഖരമായി മാറുന്നതിന് എന്ത് വിളിക്കും? ശീതഘരീകരണം. ഇനി അതേപോലെ തന്നെ
ദ്രാവകം തിളച്ച് അല്ലെങ്കിൽ ബാഷ്പവാതകമായി മാറുന്നതിനെ നമ്മൾ എന്ത് പറയും? ബാഷ്പീകരണം എന്ന് പറയും. മാറിപ്പോകരുതേ. വാതകം തിരിച്ച് ദ്രാവകമായി മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? സാന്ദ്രീകരണം. ഇനി ഇവിടെ നോക്കാം, ഖരാവസ്ഥയിൽ നിന്ന് ചിലത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകും. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. വാതകാവസ്ഥയിൽ നിന്ന്, ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് എങ്ങോട്ട് പോകും? വാതകാവസ്ഥയിലേക്ക് പോകും. അതിന് പറയുന്ന പേര് ഉൽപ്പതനം എന്നാ. ഉൽപ്പതനം കാണിക്കുന്നതാണ് കർപ്പൂരം, അയഡീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്, അതായത് വാതകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അതിനെ നിക്ഷേപം എന്നാ പറയാ കേട്ടോ. നിക്ഷേപം എന്ന് പറയും. ഇനി വാതകാവസ്ഥയിൽ നിന്ന് പിന്നെയും എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവർ എങ്ങോട്ട് പോകടോ? പ്ലാസ്മ അവസ്ഥയിലേക്ക് പോകും അല്ലേ? പ്ലാസ്മ അവസ്ഥയിൽ അയോണുകളായിട്ടല്ലേ മാറുക. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അയോണീകരണം എന്ന് വിളിക്കാം. അയോണീകരണം എന്ന് വിളിക്കാം. അയോണീകരണം. തിരിച്ചിങ്ങോട്ട് വരുന്നതിനെ പുനഃസംയോജനം. അയോണുകൾ പുനഃസംയോജിച്ച് എന്തായി മാറും? വാതകമായി മാറും. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. ഒന്നുകൂടി ഒന്ന് നോക്കി വെച്ച് പോവട്ടാ. 13ാമത്തെ ചോദ്യം നോക്കിയിടാ. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകും. നമ്മൾ ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ ഇല്ലേ? ഇതിനെന്താ പറയാ? ഉൽപ്പതനം. ഉൽപ്പതനം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് എന്താണ്? ഭാരം. ഭാരം അല്ലേ? ഇപ്പൊ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭൂമി ആകർഷിക്കുന്ന ബലമാണ്. ഭൂമി വസ്തുവിലേക്ക് ആകർഷിക്കുന്ന ബലമാണ്. അപ്പൊ ഉത്തരം എന്ത് വരും? ന്യൂട്ടൺ വരും. ഇവിടെ നമ്മൾക്ക് തെറ്റിപ്പോകും ട്ടാ. തെറ്റിക്കരുതേ. 15ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഏറ്റവും കൂടുതൽ ഏത് വരും? വാതകാവസ്ഥയിലാണ്. അതുകൊണ്ട് നീരാവിയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞത് നിങ്ങളുടെ സമയം അധികം കളയണ്ടെന്ന് കരുതിയിട്ടാണ്. ഒന്ന് ഒന്നുകൂടി കേട്ടു നോക്കുക. അതിന്റെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചു പോവുക. കാരണം ഇതൊക്കെ നമ്മള് LGS പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും ചോദ്യങ്ങൾ നല്ലോണം വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ചെറിയൊരു ഏരിയയുടെ ഒരു അരമണിക്കൂറോളൊന്ന് നന്നായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കഴിയുന്നു ഇന്ന് തന്നെ വരാൻ നോക്കാം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, താങ്ക് യു.